students, welcome back to my channel SL Classes. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡിസ്കഷൻ +1 ഫിസിക്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററായ വേവ്സ് എന്ന ടോപ്പിക്കാണ്. നമുക്ക് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് നോക്കാം. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് വേവ്സ് അതെന്തൊക്കെയാണെന്ന് അറിയണം. അത് ട്രാൻസ്വേഴ്സ് എന്നും ലോഞ്ചിറ്റ്യൂഡിനൽ എന്നും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം വേവ് എന്താണെന്ന് അറിയണം, ദെൻ ടൈപ്സ് ഓഫ് വേവ് പഠിക്കണം. പിന്നെയുള്ളത് വെലോസിറ്റി ഇക്വേഷൻസ് ആണ്. ഈ വേവ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ചില ഇക്വേഷൻസും അതിൽ അടങ്ങിയിരിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. മറ്റൊന്ന് വേവ് ഫങ്ഷൻ എന്നൊരു ഭാഗമാണ്. ഒരു വേവിനെ മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് വേവുമായി ബന്ധപ്പെട്ട പല ക്വാണ്ടിറ്റികൾ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, അതാണ് വേവ് ഫംഗ്ഷൻ. ദെൻ വേവ് ഫംഗ്ഷന്റെ തുടർച്ചയായിട്ട് വരുന്ന രണ്ട് പോയിന്റുകളാണ് ഇന്റർഫറൻസ് ആൻഡ് സ്റ്റേഷനറി വേവ്സ്. ഈ ചാപ്റ്ററിൽ തന്നെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റേഷനറി വേവ്സ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ക്വസ്റ്റ്യൻ വന്നൊരു ഭാഗവും അതാണ്. ദെൻ അവസാനത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡോപ്ലേഴ്സ് എഫക്റ്റ് ആണ്. വേവുമായി ബന്ധപ്പെട്ട ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട ഒരു ഐഡിയ ആണ് ഡോപ്ലേഴ്സ് എഫക്റ്റ്. ഇതും എക്സാമിന് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ വളരെ ചെറിയൊരു സമയം കൊണ്ട് വളരെ കൃത്യമായിട്ട് എങ്ങനെയൊക്കെ മനസ്സിലാക്കാമെന്നും പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെ എങ്ങനെയൊക്കെ ഡീൽ ചെയ്യാം എന്നുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. റെഡി അല്ലേ? ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് വേവ്സ്. വേവിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എങ്ങനെയാണ് വേവ് പ്രൊഡ്യൂസ് ആവുന്നത്. വേവിനെ കുറിച്ച് പറയുന്നത് ഒരു മീഡിയത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നതിനനുസരിച്ച് ആ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യപ്പെടും. ആ ഓസിലേഷൻ കൊണ്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ വേവ്സ് എന്ന് വിളിക്കുന്നത്. ഈ പോയിന്റുകളൊക്കെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. എക്സാമ്പിൾസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. എന്തെങ്കിലും ഒരു മീഡിയത്തിൽ ഒരു വേവ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്. വേവ് എന്ന് പറയുമ്പോൾ പലതരം വേവ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. സൗണ്ട് വേവ്സ് ഉണ്ട്, ലൈറ്റ് വേവ്സ് ഉണ്ട്. വാട്ടർ സർഫേസിൽ നമുക്ക് പലതരം വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാം. ഒരു സ്ട്രിങ്ങിനെ കെട്ടിവെച്ചിരിക്കുന്ന ഒരു സ്ട്രിങ്ങിനെ നമുക്ക് വൈബ്രേറ്റ് ചെയ്യിച്ചിട്ട് അതിൽ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇങ്ങനെ ഏത് തരം വേവ്സ് ഉണ്ടാകുമ്പോഴും അവിടെ ആദ്യം വേണ്ടത് ആ ഒരു മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് ഒരു പെർട്ടിക്കുലർ പോയിന്റിന് എബൌട്ട് ആയിട്ട് ഓസിലേറ്റ് ചെയ്യണം. ഓസിലേഷൻ എന്ന് പറയുന്നത് ടു ആൻഡ് ഫ്രോ മോഷൻസ് ആണ്. ആ ടു ആൻഡ് ഫ്രോ മോഷൻസ് കൊണ്ട് മീഡിയത്തിൽ ട്രാൻസ്ഫർ ഉണ്ടാവാതെ എനർജി മാത്രം ട്രാൻസ്ഫർ ചെയ്യപ്പെടണം. ഇത്തരത്തിലുള്ളൊരു മോഷനെയാണ് നമ്മൾ പൊതുവെ വേവ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു വാട്ടർ സർഫേസ് ഒന്ന് എടുത്തു നോക്കൂ. ഡിസ്റ്റർബ് ചെയ്യാതെ ഇളക്കാതെ വെച്ച ഒരു പാത്രത്തിൽ, വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തതായിട്ട് നമ്മൾ വിചാരിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു കല്ലോ മറ്റോ ഇട്ട് നോക്കുക. ആ മീഡിയം എന്ന് പറയുന്ന വാട്ടറിലേക്ക് ഒരു ഡിസ്റ്റർബൻസ് വരികയാണ്. ആ കല്ലിൻ്റെ വീഴ്ച അതൊരു ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക, ആ വാട്ടർ പാർട്ടിക്കിൾസ് നേരത്തെ ഒരേ ലെവലിൽ നിൽക്കുകയായിരുന്ന വാട്ടർ പാർട്ടിക്കിൾസ് അവർ നിന്ന സ്ഥലത്ത് നിന്നും ഇങ്ങനെ ഇളകാൻ തുടങ്ങും അല്ലേ. ഈ തരത്തിലുള്ളൊരു ഇളക്കം നമുക്ക് കാണാം. ആ ഇളക്കം അവിടെ മാത്രമല്ല ഉണ്ടാവുക, തൊട്ടടുത്തും ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഇളകി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പോലെ ഒരു വേവ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അതേസമയം വെള്ളവും അതിൻ്റെ കൂടെ മൂവ് ചെയ്ത് പോകുന്നുണ്ടാവില്ല. ആ ഫിസിക്കൽ മീഡിയം അവർ തന്നെ നിൽക്കും. അതേസമയം ഒരു വേവ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു വേവ് ഉണ്ടാവണമെങ്കിൽ അവിടെ രണ്ട് തരം മോഷൻസ് നടക്കണമെന്നാണ് നമ്മൾ പറയുക. ഒന്ന് പാർട്ടിക്കിൾ മോഷനാണ്, മറ്റൊന്ന് വേവ് മോഷനാണ്. ഓരോ പാർട്ടിക്കിളും ഓസിലേറ്റ് ചെയ്യണം. അതേസമയം അതുകൊണ്ടുണ്ടാകുന്ന ഒരു വേവ് മൂവ് ചെയ്യുകയും വേണം. ഈ വേവിന് എക്സാമ്പിളും അതുമായി ബന്ധപ്പെട്ട ചില പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വേവിന് ഒന്നും കൂടെ കൃത്യമായിട്ട് മനസ്സിലാകും. ആ വേവുകൾ നമ്മൾ രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ പേരാണ് ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ച് പറയുന്നത് ഈ പാർട്ടിക്കിൾ മോഷൻ ആൻഡ് വേവ് മോഷൻ, ഈ രണ്ട് മോഷൻസും മ്യൂച്വലി പെർപെൻഡിക്കുലേഴ്സ് ആണെങ്കിൽ, പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലും അതുകൊണ്ടുണ്ടാകുന്ന വേവ് അതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അത്തരം വേവ്സിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാം. ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം കുറച്ചും കൂടെ ക്ലിയർ ആവും. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സ്ട്രിങ്, ഇത്രയും ലെങ്ത് ഉള്ള ഈ വേവ് ഉണ്ടാവുന്നതിന് മുന്നേ ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള ഒരു റോപ്പായിരുന്നു. ചെറിയൊരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു റോപ്പ്. നമ്മൾ അതിനൊരു സ്ഥലത്ത് ഇങ്ങനെ ടൈറ്റാക്കി കെട്ടിവെച്ചിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഈ അറ്റം, ഈ സ്ട്രിങ്ങിൻ്റെ ഈ അറ്റം നമ്മൾ ഒന്ന് മുകളിലേക്കും താഴേക്കും ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്താലോ, ടൈറ്റാക്കി. നിങ്ങളില്ലേ, നമ്മളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ.
ടൈറ്റായി കയ്യിൽ വലിച്ചു പിടിച്ചിരിക്കുന്ന ഒരു സ്ട്രിങ്ങിനെ പെട്ടെന്ന് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഒന്ന് നമ്മളിങ്ങനെ ഷേക്ക് ചെയ്ത് വിട്ടാൽ അതിലുണ്ടാകുന്ന വേവിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണുന്നത്. കറക്റ്റ് അല്ലേ? ഈ വേവ് ഉണ്ടാവാൻ വേണ്ടി ഇവിടെയുള്ള പാർട്ടിക്കിൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെയുള്ള പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് പോയി, ഇവിടെയുള്ള പാർട്ടിക്കിൾ ഇങ്ങോട്ട് പോയി. അങ്ങനെ ഓരോ പാർട്ടിക്കിളും ഈ സ്ട്രിങ്ങിൽ ഉണ്ടായിരുന്ന ഓരോ പാർട്ടിക്കിളും അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ തരത്തിൽ അടുത്ത ഇൻസ്റ്റന്റിൽ ഈ പാർട്ടിക്കിൾ ഇങ്ങോട്ട് പോവാം. കാരണം വേവിനെ നമ്മൾ കുറച്ച് സമയം ഒബ്സർവ് ചെയ്താൽ ഈ പാറ്റേൺ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലായ്പ്പോഴും നമ്മൾ ഈ വേവിനെ കുറച്ചധികം സമയം ഒബ്സർവ് ചെയ്താൽ ഈ ഇവിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഭാഗം അടുത്ത ഇൻസ്റ്റന്റിൽ ചിലപ്പോൾ താഴ്ന്നു നിന്നേക്കാം. ഈ താഴ്ന്നു നിന്ന ഭാഗം അടുത്ത ഇൻസ്റ്റന്റിൽ ഇവിടെ ഇങ്ങനെ ഉയർന്നു നിന്നേക്കാം. അപ്പോൾ ഈ ഉയർന്ന് താഴ്ന്നു നിൽക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ മീനിങ് എന്താ? ഇവിടെയുള്ള പാർട്ടിക്കിൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. കണ്ടോ, ഇതാണൊരു ഡയറക്ഷൻ, കാണുന്നുണ്ടല്ലോ. അതേസമയം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ വേവ് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. അപ്പോൾ വേവ് അങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ പാർട്ടിക്കിൾ മോഷൻ, വേവ് മോഷൻ, ഇത് രണ്ടും വേണം ഒരു വേവ് ഉണ്ടാവാൻ. അത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലേഴ്സ് ആണെങ്കിൽ അതിനെ വിളിച്ച പേരാണ് ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, അതിന് നമ്മൾ ഈ തരത്തിലാണ് വരച്ച് കാണിക്കുന്നത്. ഒരു സൈൻ കർവ് പോലെ എന്ന് പറയും. സൈൻ കർവിൻ്റെ പോസിറ്റീവ് ഭാഗത്ത് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും, ഈ നെഗറ്റീവ് ഭാഗത്ത് ട്രഫ് എന്നാണ് പറയുക. അപ്പോൾ ഒരു ക്രസ്റ്റും ട്രഫും ഉണ്ടാകുന്ന തരത്തിൽ ഒരു തരം വേവ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ദിസ് ഈസ് കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്. അതേസമയം പാർട്ടിക്കിൾ മോഷനും വേവ് മോഷനും പരസ്പരം പാരലൽ ആണെങ്കിൽ ആ തരം വേവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അതിലെ പാർട്ടിക്കിൾസ് എല്ലാം പാരലലായിട്ട് മൂവ് ചെയ്യും അതേ ഡയറക്ഷനിൽ തന്നെ. അപ്പോൾ ഒരു തരം കംപ്രഷൻസും റയർഫാക്ഷൻസും അതാണ് നമുക്ക് ഈ പിക്ചറിൽ കാണാൻ കഴിയുന്നത്. ഡയഗ്രാം വൈസ് നോക്കുമ്പോൾ രണ്ടിലും ഒരു വ്യത്യാസമുണ്ട്. ട്രാൻസ്വേഴ്സിനെ നമ്മൾ ഇങ്ങനെ വരച്ച് കാണിക്കുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിൽ നമ്മൾ ഇങ്ങനെയാണ് വരച്ച് കാണിക്കുക. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു മീഡിയമാണ്. ആ മീഡിയത്തിൽ വേവ് ഉണ്ടാകുന്നതിന് മുന്നേ പാർട്ടിക്കിൾസ് എല്ലാം ഒരേപോലെ നിൽക്കുകയായിരുന്നു. ഇനീഷ്യലി ഈ കാണുന്ന പോലെ അല്ല, ഇവിടെയും 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 ഒക്കെ ഒരുപോലെ പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ വേവ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുക ഈ ഭാഗത്തുള്ള ഈ ഭാഗം കാണുന്നുണ്ടല്ലോ, ഇവിടെയുള്ള പാർട്ടിക്കിൾസ് കുറേ പേര് ഇങ്ങോട്ടേക്കും ഇവിടെയുള്ള പാർട്ടിക്കിൾസ് ബാക്കി കുറേ പേര് ഇങ്ങോട്ടേക്കും നീങ്ങിപ്പോകും. അതിൻ്റെ എഫക്റ്റിൽ ഇവിടെ പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസ് കൂടും, ഇവിടെ കുറയും, ഇവിടെ വീണ്ടും കൂടും. ഈ തരത്തിൽ പാർട്ടിക്കിൾസിന് ഒരു പ്രത്യേക തരം ഓസിലേഷൻ ഉണ്ടാകും. അതേ ഡയറക്ഷനിൽ വേവ് ട്രാവൽ ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ വേവിനെ വരച്ച് കാണിക്കുന്നത്. അതിൽ ഈ പാർട്ടിക്കിൾസ് കൂടിയ സ്ഥലത്തെ നമ്മൾ വിളിക്കും കംപ്രഷൻസ്. പാർട്ടിക്കിൾസ് കുറഞ്ഞ ഈ സ്ഥലങ്ങളെ നമ്മൾ വിളിക്കും റയർഫാക്ഷൻസ്. ഇവിടെ നമ്മൾ ക്രസ്റ്റ്, ട്രഫ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ പറയാം കംപ്രഷൻസും റയർഫാക്ഷൻസും ആണ്. അപ്പോൾ ഇതാണ് വേവിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. എക്സാം ലെവലിലും ഈ ഭാഗം പലപ്പോഴും വന്നതാണ്. ടൈപ്സ് ഓഫ് വേവ് എന്നോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐഡിയ പറയേണ്ടത്. പിക്ചർ വരച്ച് കാണിക്കാം. എക്സാമ്പിളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ക്ലിയർ ആയി. ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിളാണ് ലൈറ്റ് വേവ്. നമുക്ക് ഈ പാർട്ടിക്കിൾസിന്റെ മോഷൻ അങ്ങനെ എല്ലായ്പ്പോഴും കാണാൻ പറ്റണം എന്നൊന്നുമില്ല കേട്ടോ. അത് എക്സ്പെരിമെന്റിലൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് ലൈറ്റിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഓക്കെ, അതേസമയം ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ ആണ് സൗണ്ട് വേവ്. സൗണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ സൗണ്ടിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ആ ചാപ്റ്ററിലെ ഒരു ഭാഗം, വേവ്സ്, ടൈപ്സ് ഓഫ് വേവ്സ്. ക്ലിയർ ആയല്ലോ. അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ മനസ്സിലാവാനുള്ളത് വേവ്സുമായി ബന്ധപ്പെട്ട ചില വെലോസിറ്റി ഇക്വേഷൻസ് ആണ്. അതിൽ ആദ്യം വരുന്നത്, നമ്മൾ നേരത്തെ ട്രാൻസ്വേഴ്സ് വേവിന് വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു സ്ട്രിങ്ങിനെ, ഒരു റോപ്പിനെ നമ്മളൊരു സ്ഥലത്ത് കെട്ടിവെച്ചിട്ട് ടൈറ്റാക്കി വലിച്ചു പിടിച്ചിട്ട് ഒന്നിങ്ങനെ ഷേക്ക് ചെയ്ത് വിട്ടാൽ ഈ തരത്തിൽ വേവുകൾ ഫോം ചെയ്യുന്നത് കാണാം. അങ്ങനെയുള്ള വേവ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്ര? ഓരോ ഇക്വേഷനും പറയുമ്പോൾ അതിൻ്റെ ഏതുമായി ബന്ധപ്പെട്ടാണ് എന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. അതാണ് എഴുതിയത്, വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൽ അത്തരത്തിലുണ്ടാകുന്ന ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി ഇക്വേഷൻ. ജസ്റ്റ് ഫോർമുലയാണ്, വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ എന്നാണ് ഇക്വേഷൻ. അതിൽ ടി കാണിക്കുന്നത് ആ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷനാണ്.
അതായത് നമ്മൾ ആ സ്ട്രിങ്ങിനെ എത്ര ഫോഴ്സിൽ ടൈറ്റ് ആക്കി വലിച്ചു പിടിച്ചിട്ടുണ്ട്, ആ ഫോഴ്സിനെയാണല്ലോ നമ്മൾ ടെൻഷൻ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ അതാണ് ടെൻഷൻ ടി. മ്യൂ എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നൊരു ക്വാണ്ടിറ്റിയാണ്. അതായത് ആ സ്ട്രിങ്ങിന് ടോട്ടലി എത്ര മാസ് ഉണ്ട് ഡിവൈഡഡ് ബൈ ലെങ്ത്, മാസ് ബൈ ലെങ്ത്, ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ മ്യൂ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അതേസമയം വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് കാണുമ്പോഴോ, ലോഞ്ചിറ്റ്യൂഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത് സൗണ്ട് വേവ് ആണ്. ഏതൊരു മീഡിയത്തിലാണെങ്കിലും ജനറലി നമ്മൾ ആ വെലോസിറ്റിയുടെ ഇക്വേഷൻ പറയുക, വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ ബൈ റോ എന്നാണ് ഇക്വേഷൻ. അതിൽ ഇ കാണിക്കുന്നത് ആ മീഡിയത്തിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിലൊക്കെ നമ്മൾ പറയുന്ന ഇലാസ്റ്റിസിറ്റിയുമായി ബന്ധപ്പെട്ടൊരു കോൺസ്റ്റന്റ് ആണത്. ഓക്കെ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഹൂക്സ് ലോയിൽ കാണുന്ന ഒരു കോൺസ്റ്റന്റ് ആണത്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഡിവൈഡഡ് ബൈ റോ എന്നാണ് കാണുന്നത്, അത് ഡെൻസിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഏതൊരു മീഡിയത്തിലാണെങ്കിലും ആ വെലോസിറ്റി ഇക്വേഷൻ. അതേസമയം ആ വെലോസിറ്റി ഒരു ഗ്യാഷ്യസ് മീഡിയത്തിൽ, അതായത് എയറിൽ, സൗണ്ടിന് പല മീഡിയത്തിലും ട്രാവൽ ചെയ്യാം. സൗണ്ട് സോളിഡിലൂടെയും ലിക്വിഡിലൂടെയും ഒക്കെ ട്രാവൽ ചെയ്യും. നമ്മൾ കൂടുതലും കാണുന്നത് സൗണ്ട് എയറിലൂടെ അല്ലേ. നമ്മളിപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രണ്ടുപേര് തമ്മിൽ പരസ്പരം സംസാരിക്കുമ്പോൾ, ഡയറക്റ്റ് നിന്ന് സംസാരിക്കുമ്പോൾ അവർക്കിടയിലുള്ള മീഡിയം എയറിലൂടെ ഒരാളിൽ നിന്ന് മറ്റേ ആളിലേക്ക് ആ സൗണ്ട് ട്രാവൽ ചെയ്യാം അല്ലേ. അപ്പോൾ ഈ എയർ മീഡിയത്തിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയെക്കുറിച്ച് രണ്ട് സയൻറ്റിസ്റ്റുകൾ രണ്ട് ഡിഫറൻറ്റ് ഒപ്പീനിയനുമായിട്ടായിരുന്നു വന്നത്. അതിൽ ആദ്യത്തെ ഐഡിയ വന്നത് ന്യൂട്ടൺസ് ഇക്വേഷൻ എന്നറിയപ്പെടുന്നു. ഗ്രേറ്റ് സയന്റിസ്റ്റ് ന്യൂട്ടൺ ആണ് ഈ കോൺസെപ്റ്റ് ആദ്യമായിട്ട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സൗണ്ട്, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എയറിലൂടെ ട്രാവൽ ചെയ്യുന്നത് ഒരു തരം ഐസോതെർമൽ പ്രോസസ് ആണ് എന്നുള്ളതായിരുന്നു ന്യൂട്ടന്റെ ഒപ്പീനിയൻ. ആ ഒരു ഐഡിയ പ്രകാരം അദ്ദേഹം പറഞ്ഞു സൗണ്ട് ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് തെർമോഡൈനാമിക് പ്രോസസ് ആണത്. ടെമ്പറേച്ചർ മാറാത്ത, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഐസോതെർമൽ പ്രോസസ് ആണ് സൗണ്ടിന്റെ മൂവ്മെന്റ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ V = റൂട്ട് ഓഫ് ഇ ബൈ റോ എന്ന ഇക്വേഷനിലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയ ഇ ആ മീഡിയത്തിന്റെ പ്രഷറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇ ബൈ റോയെ മാറ്റിയിട്ട് പി ബൈ റോ എന്ന് കൊടുക്കാൻ പറ്റും. വേർ പി റെപ്രസെന്റ് പ്രഷർ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന ക്വാണ്ടിറ്റി പ്രഷറിന് ഈക്വൽ ആയിരിക്കും. ഇതായിരുന്നു ന്യൂട്ടന്റെ ഒരു കണ്ടുപിടുത്തം. പക്ഷേ ഈ ഫോർമുല പ്രാക്ടിക്കൽ വാല്യൂമായിട്ട് ചെക്ക് ചെയ്തപ്പോൾ അതൊരു റോങ് ഫോർമുല ആയിരുന്നു എന്ന് മനസ്സിലായി. കാരണം ഈ എയറിന്റെ പ്രഷർ 180 എന്ന് നമ്മൾ പറയുന്ന 10⁵ പാസ്കൽ എന്ന് അപ്രോക്സിമേറ്റ്ലി എടുക്കുന്ന എയറിന്റെ പ്രഷറും എയറിന്റെ ഡെൻസിറ്റി വാല്യൂ 1.293 kg/m³ എന്നൊരു വാല്യൂ ആണ്. അതും കൊടുത്തു കഴിഞ്ഞാൽ ഈ വെലോസിറ്റി കിട്ടിയിരുന്നത് 280 m/s എന്നായിരുന്നു അപ്രോക്സിമേറ്റ്ലി. പക്ഷെ ആ വാല്യൂ പ്രാക്ടിക്കലി ശരിയല്ല. സൗണ്ടിൻ്റെ ട്രാവലിംഗ് സ്പീഡ് വരുന്നത് അറൗണ്ട് 330, 340 ഒക്കെ റേഞ്ചിലാണ് സൗണ്ടിൻ്റെ സ്പീഡ് ഉള്ളത്. പക്ഷേ ന്യൂട്ടൻ്റെ ഫോർമുല പ്രകാരം 280 കിട്ടിയുള്ളൂ. അപ്പോൾ ആ ഐഡിയ റോങ് ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഐഡിയയെ ലാപ്ലേസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് വന്നിട്ട് ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് ഒരു അഡയാബാറ്റിക് പ്രോസസ് ആയിരുന്നു. അഡയാബാറ്റിക് പ്രോസസ്സിൽ അദ്ദേഹം ഒരു കാര്യം കൂടെ ചേർത്തു. പി ബൈ റോ എന്ന് റൂട്ടിൽ എഴുതിയതിന് പകരം ഗാമ ഇൻറ്റു പി ബൈ റോ എന്ന് എഴുതി. അതും തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ടൊരു കോൺസ്റ്റന്റ് ആണ്. ഗാമ എന്ന് പറയുന്നത് CP/CV, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ റേഷ്യോ ആയ CP/CV എന്ന് പറയുന്ന ഐഡിയ ആയിരുന്നു ഗാമ ദെൻ പ്രഷർ ബൈ റോ. ഈ വാല്യൂസ് കൃത്യമായിട്ട് കൊടുത്തപ്പോൾ ലാപ്ലേസിന്റെ ഐഡിയയിൽ ഏകദേശം ഈ വാല്യൂ കിട്ടും 330 m/s എന്ന് കിട്ടും. അപ്പോൾ ന്യൂട്ടന്റെ കോൺസെപ്റ്റിനേക്കാളും കുറച്ചും കൂടി ശരിയായ ഫോർമുല ലാപ്ലേസിന്റെ ഐഡിയ ആയിരുന്നു. അപ്പോൾ ഇത്രയും വെലോസിറ്റി ഇക്വേഷൻസ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ സൗണ്ടിൻ്റെയും ട്രാൻസ്വേഴ്സ് വേവിൻ്റെയും വെലോസിറ്റി ഇക്വേഷൻസ് ആയിട്ട് പഠിച്ചു വെക്കണം. കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആ വെലോസിറ്റി ഇക്വേഷൻസിൽ ഒരു പോയിന്റ് കൂടെ നമ്മൾ എക്സ്ട്രാ നോക്കേണ്ടത് വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഓർ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് നമ്മൾ കണ്ടു. ആ ഇക്വേഷൻ ആയിരുന്നു V = റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. ആ വെലോസിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതാണ് എഴുതിയത്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വെലോസിറ്റി ഓഫ് സൗണ്ട്. സൗണ്ട് എന്ന് കേൾക്കുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നാണ് നമ്മൾ പൊതുവായി മനസ്സിലാക്കേണ്ടത്. രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് നമുക്ക് പറയാം. അതിൽ ഒന്ന് പ്രഷറാണ്. ഈ ഇക്വേഷനിൽ നമ്മൾ കാണുന്നുണ്ട് ഗാമ പി
P/ρ. അതായത് പ്രഷറിന്റെ ഒരു ടേം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്നത് പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ന്യൂമറേറ്ററിലാണ്. സോ ആസ് ദ പ്രഷർ ഇൻക്രീസസ് വെലോസിറ്റി ഓൾസോ ഇൻക്രീസസ് എന്ന് തോന്നിയേക്കാം. അങ്ങനെയല്ല, ആ ഐഡിയ തെറ്റാണ്. പ്രഷർ എത്ര കൂടുന്നോ അതിനനുസരിച്ച് മീഡിയത്തിന്റെ ഡെൻസിറ്റിയിലും ഒരു ഇൻക്രീസ് ഉണ്ടാകും. പ്രഷറിന് മാത്രമായിട്ട് കൂടാൻ പറ്റില്ല. പ്രഷർ കൂടുന്നതിനനുസരിച്ച് എന്തും ഇൻക്രീസ് ചെയ്യും, ഡെൻസിറ്റി. എന്ന് വെച്ചാൽ P/ρ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന് മീനിങ് ഇത്രയേ ഉള്ളൂ, പ്രഷറിലുള്ള മാറ്റം ഒരിക്കലും വെലോസിറ്റിയെ എഫക്റ്റ് ചെയ്യില്ല. സോ വെൻ പ്രഷർ ഇൻക്രീസസ് ഓർ പ്രഷർ ഡിക്രീസസ് വെലോസിറ്റി റിമെയിൻസ് ദ സെയിം എന്നുള്ളതാണ് ആൻസർ. രണ്ടാമത്തെ ഫാക്ടർ ടെമ്പറേച്ചർ ആണ്. ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ നേരിട്ട് അതിൽ കാണാനില്ല. ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടി നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിച്ച് ഒരു ഗ്യാസിന്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഇതിനൊക്കെ കണക്ട് ചെയ്യുന്ന ഫോർമുലയായിരുന്നു വി ഹാവ് PV ഈസ് ഈക്വൽ ടു nRT. ഇതിൽ നമ്മൾ ഫോർ 1 മോൾ ഓഫ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് n പകരം 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ PV ഈസ് ഈക്വൽ ടു RT. Therefore P പ്രഷർ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, RT ബൈ വോളിയം എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇത് വെലോസിറ്റി ആണ്. Therefore velocity is equal to root of gamma P, substitute for P, RT by V. So RT by V. Also there is a rho. So rho into V. Rho into V എന്ന് പറയുന്നത് മാസ് ആണ്. അതല്ലെങ്കിൽ ഗാമ R rho into V എന്ന മാസ്, ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. Therefore velocity proportional to root of temperature എന്ന് കിട്ടും. എന്ന് വെച്ചാൽ വെലോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. റൂട്ട് റിലേഷൻ ഉണ്ട്. അതോടൊപ്പം ന്യൂമറേറ്ററിലാണ്. ദാറ്റ് മീൻസ് as temperature increases velocity of sound also increases. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ്, വൺ ഈസ് പ്രഷർ എഫക്റ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്, പ്രഷറിന് എഫക്റ്റ് ഇല്ല. രണ്ടാമത്തെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതോടെ ആ ഒരു സെക്ഷൻ അവിടെ അവസാനിക്കുന്നു. നമുക്ക് ഈ ചാപ്റ്ററിലെ മറ്റൊരു ഭാഗം നോക്കാം. ഈ ചാപ്റ്ററിൽ വരുന്ന അടുത്ത പോയിന്റ് ആയിരുന്നു വേവ് ഫംഗ്ഷൻ, വിച്ച് മീൻസ് ദ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ വേവ്. എല്ലാത്തിനും നമുക്ക് അങ്ങനെയാണ്. ഏതൊരു ക്വാണ്ടിറ്റിയെ കുറിച്ചും ഒരു ഹയർ ലെവലിലേക്ക് നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഐഡിയ ആണ്, എല്ലാത്തിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് കൃത്യമായ മാത്തമാറ്റിക്കൽ ഫോംസ് ഉണ്ട്. ഒന്ന് വെറുതെ ഒരു തിയറി മാത്രമായിട്ട്, വേർഡിങ്സ് മാത്രമായിട്ട് നമ്മൾ പറഞ്ഞു പോവല്ല. അങ്ങനെ പറയാം. വേവ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഡിഫൈൻ ചെയ്തു. പാർട്ടിക്കിൾസിൻ്റെ ഓസിലേഷൻ കൊണ്ട് എനർജിയുടെ ട്രാൻസ്ഫർ ഉണ്ടാവുകയാണ്. ദാറ്റ് ഈസ് എ വേവ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞു, ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ. അതേസമയം ഈ വേവിനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് മാത്രം മനസ്സിലാക്കുന്നതിന് പകരം ഒരു മാത്തമാറ്റിക്കൽ ഫോമിലൂടെ എങ്ങനെ അനലൈസ് ചെയ്യാം. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കുറേ കൂടെ ഡീറ്റെയിൽസിലേക്ക് പലപ്പോഴും ഇറങ്ങിച്ചെല്ലാൻ കഴിയാം. അതിനുവേണ്ടി ഒരു വേവിനെ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേവിൽ എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ഉണ്ടാകും. ഒരു സൗണ്ട് വേവിന്, ഒരു ലൈറ്റ് വേവിന് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ട്. സൗണ്ടിനോ ലൈറ്റിനോ ഒക്കെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവാം, ആ സൗണ്ടിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാവാം, ആംഗുലാർ വെലോസിറ്റി ഉണ്ടാകും, ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകും, പിന്നെ ഡയറക്ഷൻ ഉണ്ടാകും, വെലോസിറ്റി ഉണ്ടാകും. ഇങ്ങനെ ഒരു വേവിന് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട്, പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇതിനെയൊക്കെ വളരെ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനിലൂടെ ഇവരെയൊക്കെ കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫോർമുലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേവ് ഫംഗ്ഷൻ. നോർമലി ഒരു പ്രോഗ്രസീവ് വേവിന്, പ്രോഗ്രസീവ് മീൻസ് ട്രാവലിംഗ്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. ഈ ഇക്വേഷനാണ് നമ്മൾ പഠിക്കേണ്ടത്. y എന്ന തരത്തിലാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുക. y ഓഫ് x, t ഒരു വേവിൻ്റെ പല ഫാക്ടേഴ്സ് കാണിക്കുന്ന ഒരു ഇക്വേഷനാണ്. അത് കാണിക്കുന്ന ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്: a sin kx മൈനസ് ωt+5. ഒരുപാട് ടേമുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ആ വേവിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസിനെയും അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരു വേവുമായി ബന്ധപ്പെട്ട 9 പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ 9 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ഓരോന്നും നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് ഈ വേവിൽ കൊടുത്തിരിക്കുന്ന, ഈ ഇക്വേഷനിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ?
ആദ്യം ഇക്വേഷൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫസ്റ്റ് ടേം ആണ് എ. ഇക്വേഷനിലെ ഏറ്റവും ആദ്യം ഈ സൈൻ എന്ന ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം വരുന്ന ആ ടേം ആണ് ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒരു വേവിൻ്റെ ആദ്യത്തെ ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടി, ഒരു പാരാമീറ്റർ കിട്ടി, ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ്. ദെൻ ഇക്വേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ സൈൻ, ദെൻ ഇൻസൈഡ് ദ ബ്രാക്കറ്റ് കെ എന്നൊരു ടേം കാണാം. എന്താണ് ഈ കെ റെപ്രസെന്റ് ചെയ്യുന്നത്? കെയുടെ പേരാണ് ആംഗുലാർ വേവ് നമ്പർ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ഈ ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരു ക്വാണ്ടിറ്റിയാണത്. ഈ കെ എന്ന ക്വാണ്ടിറ്റിയുടെ ഇമ്പോർട്ടൻസ്, കെയിൽ നിന്നും നമുക്ക് ഒരു വേവിൻ്റെ വേവ് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. വേവ് ലെങ്ത്തും പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷനാണ് കെ എന്ന് പറയുന്നത് 2π/λ എന്നാണ് ഇക്വേഷൻ. where lambda is the wavelength. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയുമ്പോൾ or lambda is equal to 2π/k എന്നും പറയാം. അപ്പോൾ ആ ഒരു ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ വേവിൻ്റെ വേവ് ലെങ്ത് കണ്ടതിന് ഈക്വലായി. ദെൻ അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ഒമേഗ എന്നൊരു ടേം കാണാം. എന്തായിരുന്നു ഈ ഒമേഗ? പലയിടത്തും നമ്മൾ കാണുന്ന ഒരു ടേമാണ്. ഒമേഗ ഈസ് കോൾഡ് ആംഗുലാർ വെലോസിറ്റി ഓർ ആംഗുലാർ ഫ്രീക്വൻസി. അപ്പോൾ ഈ ടേമിൽ നിന്നും അത് എപ്പോഴും നിൽക്കുന്നത് സ്മോൾ ലെറ്റർ ടി എന്ന ടൈം ഫംഗ്ഷൻ്റെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും ഒമേഗ. അപ്പോൾ അവിടെ എന്ത് വാല്യൂ കണ്ടാലും ടി എന്ന ആ ഒരു ടേമിൻ്റെ കൂടെ എന്ത് വാല്യൂ കണ്ടാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒമേഗ ആയിരിക്കും, ആംഗുലാർ വെലോസിറ്റി ആയിരിക്കും. ആംഗുലാർ വെലോസിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ പറ്റും? നമുക്ക് ഫ്രീക്വൻസി കാണാൻ പറ്റും. യൂസിങ് ദ ഇക്വേഷൻ ഒമേഗ ഈസ് ഈക്വൽ ടു 2πν ഓർ 2πf എന്നും പറയാറുണ്ട്. വെർ ന്യൂ ഓർ എഫ് റെപ്രസെന്റ് ഫ്രീക്വൻസി. അപ്പോൾ ന്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ട് ഈസ് ന്യൂ ഈക്വൽ ടു? ദാറ്റ് ഈസ് ω/2π. ഓക്കെ, അപ്പോൾ ഒമേഗ എന്ന ക്വാണ്ടിറ്റിയിൽ നിന്ന് നമുക്ക് ആ വേവിൻ്റെ ഫ്രീക്വൻസി കാണാം എന്ന് മീനിങ്. ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന അടുത്ത ക്വാണ്ടിറ്റി ആയിരുന്നു ടൈം പീരീഡ് ഓഫ് എ വേവ്. ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷനാണ് ടൈം പീരീഡ് ഈസ് ഓൾവേസ് 1/ഫ്രീക്വൻസി ഓർ 1/ന്യൂ. അപ്പോൾ ഈ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഒമേഗ മനസ്സിലായി, ഫ്രീക്വൻസി മനസ്സിലായി, ടൈം പീരീഡ് മനസ്സിലായി. അഗെയിൻ 3 ക്വാണ്ടിറ്റീസ്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരു ടേമാണ് വെലോസിറ്റി ഓഫ് എ വേവ്. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്നാണ് ഇക്വേഷൻ. ന്യൂ ലാംഡ. ഈ സിമ്പിൾസ് കൺഫ്യൂഷൻ ആവരുത്. ദിസ് ഈസ് വി ഓർ വെലോസിറ്റി, ദിസ് ഈസ് ന്യൂ ദാറ്റ് റെപ്രസെൻറ്റ്സ് ഫ്രീക്വൻസി ആൻഡ് ലാംഡ. ഫ്രീക്വൻസി നമ്മൾ ഇവിടുന്ന് കണ്ടിട്ടുണ്ട്, ലാംഡ നമ്മൾ ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. ഫ്രീക്വൻസിയും ലാംഡയും യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? വെലോസിറ്റി കാണാൻ കഴിയും. ദെൻ ഇതിൽ വരുന്ന അടുത്ത ടേമാണ് ഫൈ. ഫൈ എന്ന ടേമിൻ്റെ പേരാണ് ഇനീഷ്യൽ ഫേസ്. ആ വേവ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇനീഷ്യൽ ആംഗിൾ എന്നൊരു മീനിങ് ആണ് ഇനീഷ്യൽ ഫേസ് കാണിക്കുന്നത്. ദെൻ അവസാനമായിട്ട് ഈ വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെ കാണാം? ഡയറക്ഷൻ കാണുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ നമ്മൾ കെ എന്നൊരു ക്വാണ്ടിറ്റിയോടെ പരിചയപ്പെട്ടു, ദാറ്റ് ഈസ് ആംഗുലാർ വേവ് നമ്പർ. അതിൻ്റെ കൂടെയുള്ള ലെറ്റർ നോക്കണം. ഇവിടെ അത് എക്സ് ആണ്. അതിനുശേഷമുള്ള സിമ്പൽ മൈനസ് ആണ്. എക്സ് മൈനസ് എന്ന് കണ്ടാൽ അത് കാണിക്കുന്ന ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിരിക്കും. പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, എക്സ് ആൻഡ് മൈനസ്. അപ്പോൾ ഇവിടെ എക്സ് ആൻഡ് പ്ലസ് ആയിരുന്നെങ്കിലോ ദാറ്റ് ഈസ് ഒബ്വിയസ്ലി നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. സെഡ് ആൻഡ് മൈനസ് ആയിരുന്നെങ്കിൽ സെഡ് ആൻഡ് മൈനസ്, പോസിറ്റീവ് സെഡ് ഡയറക്ഷൻ. ഈ തരത്തിൽ ഒരു വേവിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ വിളിച്ച പേരാണ് വേവ് ഫംഗ്ഷൻ. ഇതിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. വേവ് ഫംഗ്ഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ നോർമലി കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നു. സി y of xt is equal to 5 sin 10πx plus 12πt plus π/3. ദെൻ നമ്മളോട് ചോദിക്കുകയാണ് ഫൈൻഡ് ആംപ്ലിറ്റ്യൂഡ്, ഫൈൻഡ് വെലോസിറ്റി, ഫൈൻഡ് ഫ്രീക്വൻസി, ഒമേഗ, ഡയറക്ഷൻ, ഫൈ. ഇത്രയും ക്വാണ്ടിറ്റികൾ 9 ക്വാണ്ടിറ്റീസ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓരോന്നോരോന്ന് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റുമായിട്ട് ഡയറക്റ്റ് കമ്പയർ ചെയ്യാണ് ചെയ്യാം. ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയായിരുന്നു നോർമലി നമ്മൾ എഴുതാറ്. y of xt ഈസ് ഈക്വൽ ടു a sin some kx minus omega t plus 5.
ഇതിൽ ഓരോ ടേമും ഡയറക്റ്റ് കമ്പയർ ചെയ്യാം. സോ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡ് ഈസ് 5. SI യൂണിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എഴുതാം 5 മീറ്റർ. ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ്. ദെൻ വാട്ട് ഈസ് K? ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഇവിടെ എക്സിൻ്റെ കൂടെ നിൽക്കുന്നത് K, ഇവിടെ എക്സിൻ്റെ കൂടെ നിൽക്കുന്നത് 10 പൈ. സോ K ഇസ് ഈക്വൽ ടു 10 പൈ. 2 പൈ ലാംഡ എന്നാണ്. സോ യൂണിറ്റ് ഈസ് റാഡ് പെർ മീറ്റർ എന്ന് പറയാം. കെയിൽ നിന്ന് നമുക്ക് ലാംഡ കാണാം. വേർ ലാംഡ ഈസ് 2 പൈ ഡിവൈഡഡ് ബൈ K. നമ്മൾ മുന്നേ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എടുത്തു നോക്കണേ. What is K? 2 pi by K. K is 10 pi. So we can cancel this pi. 2 by 10 or 1 by 5 meter. That is wavelength lambda. What is omega next? The T യുടെ കൂടെയാണ് 12 pi ഉള്ളത്, ഇവിടെ T യുടെ കൂടെയാണ് ഒമേഗ ഉള്ളത്. So omega is 12 pi. Next idea, omega is equal to 12 pi radian per second. Angular velocity, unit of angular velocity. Then what is frequency? Frequency is omega by 2 pi, where omega is 12 pi. So 12 pi divided by 2 pi. Cancel this pi, we will get 6. That is 6 hertz. That is frequency. Then what is time period? Time period is 1 by frequency. That is 1 by 6 second. That is time period. Then what is initial phase, or before that what is velocity? Velocity is nu lambda. Frequency into wavelength, where frequency is 6 and lambda is 1 by 5. So 6 by 5 meter per second. 6 by 5 meter per second. That is velocity. Then what about initial phase? Initial phase, instead of 5 we have pi by 3. So 5 equal to pi by 3 radian. And one more, what is direction? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ x മൈനസ് റെപ്രസെന്റ് ചെയ്തത് പോസിറ്റീവ് x ഡയറക്ഷൻ എന്ന് പറഞ്ഞിരുന്നു. സോ ഇവിടെ x പ്ലസ് ആണ്. സോ ഡയറക്ഷൻ ഈസ് നെഗറ്റീവ് x ഡയറക്ഷൻ. കണ്ടോ? അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷനൊക്കെ വന്നേക്കാം. പക്ഷേ ഡയറക്റ്റായിട്ട് എൻട്രൻസിന് പോലും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൽ നിന്നും ഈ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ വേവ് ഫംഗ്ഷൻ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഈ ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ തന്നെ ഒരു മെയിൻ ഭാഗമാണ്. കാരണം വേവ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമുക്ക് അടുത്ത സെക്ഷനായ സ്റ്റേഷനറി വേവ്സും മറ്റും ഒക്കെ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഇസ് അബൌട്ട് വേവ് ഫംഗ്ഷൻ. ഇതിൻ്റെ ബാക്കി പറയാം നമുക്ക് എന്താണ് സ്റ്റേഷനറി വേവ്സ്. അടുത്ത ടോപ്പിക്കാണ് സ്റ്റേഷനറി വേവ്സ്. ഇത് രണ്ട് വേവ്സിൻ്റെ കോമ്പിനേഷനാണ് സ്റ്റേഷനറി വേവ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും വേവ്സിനെ നമ്മൾ ഒരു പ്രത്യേക റീജിയണിലെ വേവ്സിനെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു വേവ് മാത്രം ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക, ഒന്നിലധികം സൗണ്ട് വേവുകൾ ഉണ്ടാവാം. അപ്പോൾ ആ സൗണ്ട് വേവുകളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ന്യൂ വേവ് ആയി മാറും. അങ്ങനെ 2 വേവ്സ് ക്ലബ് ചെയ്യുന്നു. ആ 2 വേവ്സും കൂടെ പരസ്പരം മിക്സ് ചെയ്തിട്ട് ഒരു ന്യൂ വേവ് ആയി മാറുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് സ്റ്റേഷനറി വേവ്സ്. അങ്ങനെ സ്റ്റേഷനറി വേവ്സ് ഉണ്ടാവണമെങ്കിൽ ആ മിക്സ് ചെയ്യുന്ന 2 വേവ്സിനും ചില കണ്ടീഷൻസ് ഉണ്ട്. ഏതെങ്കിലും 2 എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ്സ് അല്ല കമ്പൈൻ ചെയ്യേണ്ടത്. കമ്പൈൻ ചെയ്യുന്ന 2 വേവ്സിൻ്റെയും ആംപ്ലിറ്റ്യൂഡ്സ് സെയിം ആയിരിക്കണം. ഫ്രീക്വൻസിയും വെലോസിറ്റിയും വേവ് ലെങ്ത്തും ഒക്കെ ഈക്വൽ ആയിരിക്കണം. ഫേസ് ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. അതേസമയം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനുമായിരിക്കണം. 2 വേവ്സ് കമ്പൈൻ ചെയ്യുന്നു, ആ 2 വേവ്സിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം. ഞാൻ അതിൻ്റെ ഒരു വേവ് ഫംഗ്ഷൻ, ആ 2 വേവിനെയും കാണിക്കുന്ന വേവ് ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെയൊക്കെയാണ് നമുക്ക് ഈ മാത്തമാറ്റിക്കൽ ഫോംസിൻ്റെ ആവശ്യം. ചുമ്മാ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് സെയിം നമുക്കത് എവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ഇക്വേഷൻ ഇല്ലെങ്കിൽ. ശരിയല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻസിലൂടെ 2 വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുകയും ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഈ വേവ് ഫംഗ്ഷൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ അതിനുവേണ്ടി സ്റ്റേഷനറി വേവ്സ് ഉണ്ടാക്കാനുള്ള 2 വേവ്സിന് എഴുതുകയാണ്. കണ്ടീഷൻസ് ഞാൻ ഒന്നുകൂടെ പറയുന്നു. സെയിം ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, വെലോസിറ്റി, വേവ് ലെങ്ത്, 0 ഫേസ് ഡിഫറൻസ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എങ്ങനെയൊക്കെ വരാം ഇക്വേഷൻസിലേക്ക് വരുമ്പോൾ? 2 ഇക്വേഷൻസ് എഴുതുകയാണ്. 2 വേവ്സ് ആണ്, ആംപ്ലിറ്റ്യൂഡ് സെയിം. നിങ്ങൾക്ക് കാണാം, സി ഹിയർ എ ഓൾസോ എ ഉണ്ടോ. y1 എന്നൊരു ഇക്വേഷൻ ഉണ്ട്, y2 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. പക്ഷെ രണ്ടിലും എ സെയിം, വിച്ച് മീൻസ് ആംപ്ലിറ്റ്യൂഡ്സ് ആർ സെയിം. അവിടെ ഒന്നിൽ എ എന്നും മറ്റൊന്നിൽ 2a എന്നും എഴുതാൻ പറ്റില്ല. ഒന്ന് 5ഉം ഒന്ന് 10ഉം അല്ലെങ്കിൽ ഒന്ന് 5ഉം ഒന്ന് 6ഉം അങ്ങനെ വരാൻ പറ്റില്ല.
രണ്ട് ആംപ്ലിറ്റ്യൂഡും സെയിം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. ദെൻ ഫ്രീക്വൻസി സെയിം. വി നോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗയുമായി ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റി ആയിരുന്നു ഫ്രീക്വൻസി, ഒമേഗ അല്ലേ. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π. അപ്പോൾ ഫ്രീക്വൻസി സെയിം ആവണമെങ്കിൽ ഒമേഗ മസ്റ്റ് ആയിട്ടും സെയിം ആയിരിക്കണം. നോക്കൂ, ഇവിടെ ഒമേഗ, ഹിയർ അഗൈൻ ഒമേഗ, രണ്ടും ഈക്വൽ ആണ്. അവിടെയും ഒമേഗ 1 2 അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ അങ്ങനെയൊന്നുമില്ല. വെലോസിറ്റി സെയിം. വെലോസിറ്റി ഈസ് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. വെലോസിറ്റി സെയിം ആവണമെങ്കിൽ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും സെയിം ആയാൽ മതി. ഇവിടെ ഫ്രീക്വൻസി ഓൾറെഡി സെയിം ആയി, വേവ് ലെങ്ത് സെയിം ആവണം. വേവ് ലെങ്ത് നമ്മൾ കെയിൽ നിന്നാണ് കണ്ടുപിടിക്കുക, ശരിയല്ലേ. ലാംഡ ഈക്വൽ ടു 2π/k. ഇക്വേഷൻസ് ആദ്യം ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. അപ്പോൾ കെ സെയിം ആയാൽ ലാംഡ സെയിം ആയി, ഒമേഗ സെയിം ആയാൽ ഫ്രീക്വൻസി സെയിം ആയി, ലാംഡയും ഫ്രീക്വൻസിയും സെയിം ആയാൽ വെലോസിറ്റി സെയിം ആയി. ഇതൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ എന്തൊക്കെ സെയിം ആയി? ആംപ്ലിറ്റ്യൂഡ് സെയിം, ഫ്രീക്വൻസി സെയിം, വേവ് ലെങ്ത് സെയിം, വെലോസിറ്റി സെയിം. ഫേസ് ഡിഫറൻസ് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ആ ഇനീഷ്യൽ ഫേസ് രണ്ടിടത്തും കാണിച്ചില്ല. 5 ഇവിടെയും 0 കൊടുത്തു, ഇവിടെയും 0 കൊടുത്തു. അപ്പോൾ ഡിഫറൻസും 0 ആവുമല്ലോ. ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം. അതിനാണ് ഇവിടെ ഒന്നിൽ എക്സ് മൈനസ് കൊടുത്തപ്പോൾ അടുത്തതിൽ എക്സ് പ്ലസ് ആ കൊടുത്തത്. ആ പോയിന്റ് ആയിരുന്നു ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്ത ടേംസ്. ഈ രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേഷനറി വേവ്സ്. ഈ ഇക്വേഷൻ ആഡ് ചെയ്ത് വന്നാൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്നൊരു ഐഡിയ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ ആഡ് ചെയ്യുന്നത്. ഫൈനൽ റിസൾട്ട് ഞാൻ പറയാം. റിസൾട്ട് ഈസ് ദ റിസൾട്ട് ദാറ്റ് ഈസ് y എന്ന് പറയുന്നത് ജസ്റ്റ് y1 പ്ലസ് y2 എന്ന തരത്തിൽ ഈ രണ്ട് ഇക്വേഷൻസും സം ചെയ്യാണ് വേണ്ടത്. സൈൻ ഉള്ള രണ്ട് ഫംഗ്ഷൻസ് ആണ്. ഇപ്പോൾ സൈൻ എ പ്ലസ് സൈൻ ബി എന്ന ഫോമിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ആഡ് ചെയ്ത് പോവുക. അവസാനം കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും: 2a സൈൻ kx കോസ് ഒമേഗ ടി എന്ന തരത്തിൽ ഒരു ഇക്വേഷൻ കിട്ടും. ഇതിനെയാണ് നമ്മൾ സ്റ്റേഷനറി വേവ്സ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ കാണുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഫോർമുലയും ഇപ്പോൾ കിട്ടിയ ഫോർമുലയും തമ്മിലൊരു സ്ട്രക്ചർ ഡിഫറൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസിനെ ആഡ് ചെയ്യാൻ ഉപയോഗിച്ച ഈ രണ്ട് ഇക്വേഷൻസും പ്രോഗ്രസീവ് വേവ് എന്നാണ് അറിയപ്പെടുക. പ്രോഗ്രസീവ് മീൻസ് മൂവിങ്, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പോയിന്റിൽ നിന്നും വേവ് മൂവ് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. പ്രോഗ്രസീവ്. ആ ഇക്വേഷൻ്റെ സ്ട്രക്ചർ ശ്രദ്ധിച്ചോളൂ. kx എന്ന ടേം ഉണ്ട്, ഒമേഗ ടി എന്ന ടേം ഉണ്ട്. പക്ഷെ അതൊക്കെ വരുന്നത് സൈൻ എന്ന ടേമിന് ശേഷം ഇൻസൈഡ് എ ബ്രാക്കറ്റ് ഒന്നിച്ചാണ്. അതേസമയം ഈ കിട്ടിയതിലും kx ഉണ്ട്, ഒമേഗ ടി ഉണ്ട്. പക്ഷെ ഈ ഫോർമുല മാറിപ്പോയി. സൈനും കാണാം, കോസും കാണാം. കണ്ടോ ഇക്വേഷൻ്റെ ഒരു സ്ട്രക്ചർ ഡിഫറൻസ്, ഇക്വേഷൻ്റെ ഒരു കിടപ്പ് വ്യത്യാസമുണ്ട്. kx വിത്ത് സൈനാണ്, ഒമേഗ ടി വിത്ത് കോസാണ്. ഇവിടെ അങ്ങനല്ല. ഇവിടെ kxും ഒമേഗ ടിയും രണ്ടും സൈനിൻ്റെ കൂടിയാണ്. അപ്പം ഇങ്ങനെയുള്ള വേവാണ് പ്രോഗ്രസീവ് വേവ്. അതേസമയം ഇത്തരം വേവിനെയാണ് നമ്മൾ സ്റ്റേഷനറി വേവ് എന്ന് പറയും. സ്റ്റേഷനറി വിച്ച് മീൻസ് അറ്റ് എ റെസ്റ്റ് അല്ലേ. സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വേവ് ടോട്ടലി ട്രാവൽ ചെയ്യില്ല. ഒരു പെർട്ടിക്കുലർ റീജിയണിൽ തന്നെ ആ വേവ് അത് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അല്ലാതെ വേവ് ഒരു പോയിന്റിൽ നിന്ന് ടോട്ടലി ട്രാവൽ ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തില്ല. വേവ് ഉള്ള ഒരു സ്ഥലത്ത് തന്നെ ആ വേവ് ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം അങ്ങനെ സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കും. ഓക്കെ, ആ വേവിനെ നമ്മൾ ഡ്രോ ചെയ്താൽ ഉണ്ടാവുക 2 ഐഡന്റിക്കൽ വേവ്സ് ആണ്. ആ വേവുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരണം. അപ്പോൾ ഒരു വേവ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. See in this direction. ഈ ഹൈറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുക, ആംപ്ലിറ്റ്യൂഡ്. ഈ ലെങ്ത്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ സൈസുള്ള ഒരു വേവ് ഓപ്പോസിറ്റിൽ വന്ന് മിക്സ് ആവണം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഈ രണ്ട് വേവുകൾ ആഡ് ചെയ്യണം. അതേപോലെ ഒരു വേവ് തിരിച്ച് ഇങ്ങോട്ടേക്കും. ഇങ്ങനെ ഇങ്ങോട്ട്. അപ്പോൾ ഈ ഡയഗ്രം എന്താ കാണിക്കുന്നത്? 2 വേവ്സ് മിക്സ് ആയി. ഒരു വേവ് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഒരു ഐഡന്റിക്കൽ വേവ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഡയറക്ഷൻ ഓപ്പോസിറ്റ്. ബാക്കി എല്ലാ ഫാക്ടേഴ്സും സെയിം. അങ്ങനെ വരുന്ന ഒരു പാറ്റേണിനെയാണ് നമ്മൾ സ്റ്റേഷനറി വേവ് പാറ്റേൺ എന്ന് വിളിക്കുന്നത്. ഈ പാറ്റേണിൽ വേവ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത് നിൽക്കുന്ന ഈ പോയിന്റുകളെയാണ് നമ്മൾ നോഡ്സ് എന്ന് പേര് വിളിക്കുക. ദേ ആർ കോൾഡ് നോഡ്സ്. അതേസമയം വേവ്സ് ഇങ്ങനെ വിട്ടു നിൽക്കുന്ന, ആംപ്ലിറ്റ്യൂഡ് മാക്സിമത്തിൽ നിൽക്കുന്ന ഈ പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റി നോഡ്സ്.
ഈ തരത്തിലൊരു സ്ട്രക്ചർ വരയ്ക്കും, നോഡ്സ് ആൻഡ് ആൻറ്റി നോഡ്സ്. അതിനെയാണ് നമ്മൾ സ്റ്റേഷനറി വേവ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റേഷനറി വേവ് ഉണ്ടാക്കുന്ന ചില മെത്തേഡ്സോ പ്രാക്ടിക്കൽ എക്സാമ്പിൾസോ ആണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്കിനി അടുത്ത് കാണാനുള്ളത്. നമുക്കതും കൂടെ നോക്കാം. അപ്പോൾ സ്റ്റേഷനറി വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ഐഡിയ വരുന്ന ഒരു മീഡിയമാണ് സ്റ്റേഷനറി വേവ്സ് ഇൻ എ സ്ട്രിങ്. അതാണ് എഴുതിയിരിക്കുന്നത്, സ്റ്റേഷനറി വേവ്സ് ഇൻ എ സ്ട്രിങ്. അതായത് രണ്ട് ഫിക്സഡ് സപ്പോർട്ടുകൾക്കിടയിൽ ഒരു സ്ട്രിങ് വലിച്ച് കെട്ടുക. ഒരു സ്ട്രിങ്ങിന് ഒരു റബ്ബർ ബാൻഡൊക്കെ പോലെ വിചാരിച്ചാൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. എന്നിട്ട് ഒരു പിക്ചറിൽ നമ്മൾ ചെയ്യുന്നത് പല ഡയഗ്രാംസ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ പലതരം മോഡ്സ് എന്നാണ് പേര് വിളിക്കുക. ഒരു ഡയഗ്രത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രിങ്. ഇത് ഇനീഷ്യൽ ഒരു സ്ട്രിങ് ആയിരുന്നു. ആദ്യം ഈ വേവ് ഇല്ല, ഒരു ഇനീഷ്യൽ ഒരു സ്ട്രിങ് ആണ്. ആ സ്ട്രിങ്ങിന് ഇങ്ങനെ ടൈറ്റാക്കി കെട്ടി വെച്ചിട്ട് അതിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് താഴേക്ക് വലിച്ച് അങ്ങ് വിട്ട് കളയുക. എന്താ നമുക്ക് കാണാൻ കഴിയുക? ഇങ്ങനെ കെട്ടി വെച്ചൊരു സ്ട്രിങ്ങിനെ കറക്റ്റ് നടുഭാഗം വലിച്ചങ്ങ് വിട്ട് കളഞ്ഞാൽ അതിങ്ങനെ വളരെ സ്പീഡിൽ മുകളിലേക്കും താഴേക്കും വൈബ്രേറ്റ് ചെയ്യും. അതാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഒരു വേവ് അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു, തിരിച്ചിങ്ങോട്ട് വരുന്നു. അങ്ങനെയാണ് ഈ വൈബ്രേഷൻ ഉണ്ടാകുന്നത്. ഈ പിക്ചർ സ്റ്റേഷനറി വേവിൽ നമ്മൾ വരച്ച പിക്ചറിൻ്റെ ഒരു പാർട്ടാണ്. കുറച്ചും കൂടി വ്യക്തമായിട്ട് വരുമ്പോൾ ഇതിലേക്ക് വന്നാൽ വീണ്ടും അതേ സ്ട്രിങ് തന്നെ എൽ ലെങ്ത്തുള്ള ഒരു സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എൽ ആണ്. എൽ എല്ലാ ഡയഗ്രത്തിലും അത് എൽ എന്നാണ്. ഇവിടെയും എൽ ആണ്, ഇവിടെയും എൽ ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രിങ്ങിൻ്റെ മിഡിൽ അല്ല വലിക്കുന്നത്, ഇതിൻ്റെ ഈ ഭാഗം ഒരു 1/4 ലെങ്ത്തിൽ ഇവിടെ കറക്റ്റ് താഴേക്ക് വലിച്ചങ്ങ് വിട്ടാൽ അവിടെയും ഉണ്ടാകും വൈബ്രേഷൻ. പക്ഷേ ആ വൈബ്രേഷൻ ഇങ്ങനെ 2 ലൂപ്സ് ഫോം ചെയ്യും. ഇവിടെ എക്സാക്റ്റ് മിഡിൽ വലിച്ചാൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ഇവിടെ പിടിച്ച് വലിച്ചാൽ ഇവിടെയും വൈബ്രേറ്റ് ചെയ്യും, ഇവിടെയും വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ 2 ലൂപ്സ് ഉണ്ടാവും. ഒരു ലൂപ്പാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് മോഡ്. 2 ലൂപ്സ് ഉണ്ടെങ്കിൽ സെക്കൻഡ് മോഡ്. അങ്ങനെ നമ്മൾ ആ വലിച്ചു വിടുന്ന സ്ഥലങ്ങൾ മാറ്റുന്നതിനനുസരിച്ച് പല തരത്തിൽ അതിനിങ്ങനെ വൈബ്രേഷൻസ് ഉണ്ടാകും, പല നമ്പർ ഓഫ് ലൂപ്സ് ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ സ്റ്റേഷനറി വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ വരച്ച സ്റ്റേഷനറി വേവിൻ്റെ പല തരത്തിലുള്ള ചെറുതും വലുതുമായ പല പാറ്റേൺസ് ആണ്. ഇതിൽ ചില ഇക്വേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ജനറലി ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡ് എന്ന് പറയുന്നതിന് പകരം ജനറലി nth മോഡ് എന്ന് പറഞ്ഞിട്ട് ഓരോ മോഡിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേവ് ലെങ്ത്തിനും ഫ്രീക്വൻസിക്കും ഒരു ജനറൽ ഫോം ഉണ്ടാക്കും. ആ വേവ് ലെങ്ത്തിൻ്റെ ഫോമാണ് ലാംഡ എൻ. എൻ ഫോർ എനി മോഡ്. ഫസ്റ്റ് ആണെങ്കിൽ ഇവിടെ ലാംഡ 1, തേർഡ് മോഡ് ആണെങ്കിൽ ലാംഡ 3. ഇക്വേഷൻ വിൽ ബി 2l/n. അപ്പോൾ ഫസ്റ്റ് മോഡ് ആണെങ്കിൽ ഇവിടെ 1 വരും, ലാംഡ 1, ദാറ്റ് ഈസ് 2l/n, ദാറ്റ് ഈസ് 2l/1. സെക്കൻഡ് മോഡ് ആണെങ്കിൽ ലാംഡ 2, 2l/2. തേർഡ് മോഡ് ആണെങ്കിൽ ലാംഡ 3, 2l/3. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെ ഏത് മോഡും നമുക്ക് പറയാൻ പറ്റും. 3 മോഡ്സേ ഞാൻ വരച്ചിട്ടുള്ളൂ. എക്സാമിന് ഏത് മോഡും ചോദിക്കാം. ചിലപ്പോൾ 4th മോഡായിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരു ലൂപ്പും കൂടെ എക്സ്ട്രാ വരയ്ക്കണം. ലാംഡ 4 എന്ന് പറയുന്നത് 2l/4 ആയിരിക്കും. ഓക്കെ, ദെൻ അതുപോലെ ഓരോ മോഡിൻ്റെയും ഫ്രീക്വൻസി, ഓരോ മോഡിൻ്റെയും ഫസ്റ്റ് മോഡ് ആണെങ്കിൽ അഗെയിൻ ഇവിടെ നമുക്ക് ജനറലി പറയുമ്പോൾ Fn = nv/2l എന്നാണ് ഇക്വേഷൻ. ഓക്കെ, അത് ഫസ്റ്റ് മോഡ് ആണെങ്കിൽ ഹിയർ F1, സോ 1v/2l. F2 ആണെങ്കിൽ F2 2v/2l. F3 ആണെങ്കിൽ F3 3v/2l. അങ്ങനെ ഏത് മോഡിൻ്റെയും ഫ്രീക്വൻസി നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു പാറ്റേൺ ഫോം ചെയ്യാം. ഇവിടെ നമ്മൾ ഫ്രീക്വൻസിക്ക് പറയുന്ന ചില നെയിംസ് പഠിച്ചു വെക്കണം. ഇത് F1 ആണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് മോഡിലല്ലേ വരിക അല്ലേ? F1 എന്ന് പറയുമ്പോൾ ഇക്വേഷൻ കിട്ടുക n becomes 1, so v/2l. ഈ ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫണ്ടമെന്റൽ, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി. ഫസ്റ്റ് ഹാർമോണിക് ഓർ ഇറ്റ് ഈസ് അഗെയിൻ കോൾഡ് പിച്ച് ഓഫ് ടോൺ. ഫ്രീക്വൻസി നെയിംസ് നോക്കണം. ചിലപ്പോൾ എക്സാമിന് അത് ആ പേരായിരിക്കും ചോദിക്കുക. ഫൈൻഡ് ദി ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി or find fundamental frequency, which means find F1. Okay, so F2ലേക്ക് വരുമ്പോഴോ സെക്കൻഡ് മോഡിൽ F2 what is F2? 2v/2l, 2v/2l or 2 കട്ട് ചെയ്താൽ v/l. ഈ ഫ്രീക്വൻസി വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസി. സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസിയുടെ മറ്റൊരു പേരാണ് ഫസ്റ്റ് ഓവർടോൺ. പേരുകളൊന്ന് ശ്രദ്ധിക്കണം. സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസി ഓർ ഫസ്റ്റ് ഓവർടോൺ. സോ വാട്ട് അബൌട്ട് F3?
that is 3v/12. തേർഡ് ഫ്രീക്വൻസിയാണ്. ഇറ്റ് ഈസ് കോൾഡ് തേർഡ് ഹാർമോണിക് ഫ്രീക്വൻസി ഓർ സെക്കൻഡ് ഓവർടോൺ. ഈ തരത്തിലാണ് നമ്മളതിൻ്റെ ഫ്രീക്വൻസി നെയിമുകൾ പറയേണ്ടത്. അപ്പോൾ സ്ട്രിങ്ങിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഏത് തരം മോഡും നമ്മൾ വരയ്ക്കാൻ പഠിക്കണം. ഓരോ മോഡിലെയും നമ്പർ ഓഫ് നോഡ് ആൻറ്റി നോഡൊക്കെ ചോദിച്ചേക്കാം. ഇവിടെ 2 നോഡ്സ് ഉണ്ട്, 1 ആൻറ്റി നോഡ് ഉണ്ട്. ഇവിടെ 1 2 3 നോഡ്സ് ഉണ്ട്, 2 ആൻറ്റി നോഡ്സ് ഉണ്ട്, 2 ആൻറ്റി നോഡ്സ്. ഇവിടെ ആണെങ്കിൽ 1 2 3 4 നോഡ്സ് ഉണ്ട്, 1 2 3 ആൻറ്റി നോഡ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഏത് മോഡിലും നമുക്ക് നോഡ്സ് ആൻറ്റി നോഡ്സ് കൗണ്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് സ്റ്റേഷനറി വേവിൻ്റെ ഒരു തരത്തിൽ എക്സാമിന് വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡ്സ് ഓഫ് വൈബ്രേഷൻ വരയ്ക്കാനും ഈ ഇക്വേഷൻസ് പഠിച്ചിട്ട് ഏത് മോഡിലും അപ്ലൈ ചെയ്യാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? സ്റ്റേഷനറി വേവ് ഫോർമേഷൻ്റെ അടുത്ത മീഡിയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൈപ്സിലുണ്ടാകുന്ന ഓസിലേഷൻസ് ആണ് നമുക്ക് അടുത്ത കാണാനുള്ളത്. നമ്മൾ നേരത്തെ കണ്ടു സ്ട്രിങ്ങിൽ പലതരത്തിലുള്ള സ്റ്റേഷനറി വേവ് പാറ്റേൺസ് ഉണ്ടാക്കുന്നു. ഇതുപോലെ പൈപ്പുകൾ 2 തരം പൈപ്പ് ഉണ്ട്, ക്ലോസ്ഡ് പൈപ്പ് ആൻഡ് ഓപ്പൺ പൈപ്പ്. അതിൽ ക്ലോസ്ഡ് പൈപ്പാണ് നമ്മൾ ആദ്യം കാണുന്നത്. ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പൈപ്പ് തന്നെ, ആ പൈപ്പിൻ്റെ ഒരു എൻഡ് ക്ലോസ് ചെയ്യും, മറ്റേ എൻഡ് ഓപ്പൺ ആക്കിയും വെക്കും. എന്നിട്ട് ആ ഓപ്പൺ എൻഡിലൂടെ എന്തെങ്കിലും ഒരു വേവ് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുക. ആ വേവ് പൈപ്പിൻ്റെ സൈഡിലോ അപ്പുറത്തെ എൻഡിലോ ഒക്കെ തട്ടിയിട്ട് തിരിച്ചു വരും. ഈ വേവുകൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് സ്റ്റേഷനറി വേവ് ഒരു പൈപ്പിൽ ഉണ്ടാവുന്നത്. അതിന് നമുക്ക് ഡിഫറെൻറ്റ് മോഡ്സ് വരയ്ക്കാം. ഇതൊരു പൈപ്പാണ് ഈ വരച്ചിരിക്കുന്നത്, L ലെങ്ത് ഉള്ളൊരു പൈപ്പാണ്. ആ പൈപ്പിലേക്ക് ഇത്തരം ഒരു വേവ്, ഏത് വേവ് ഉണ്ടാകുമ്പോഴും ഡ്രോയിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഒരു പൈപ്പിൻ്റെ ക്ലോസ്ഡ് എൻഡ്, ഇപ്പോൾ ഇതാണ് ക്ലോസ്ഡ് എൻഡ്, ഇതാണ് ഓപ്പൺ എൻഡ്. ക്ലോസ്ഡ് എൻഡിൽ എപ്പോഴും വേവിൻ്റെ, സ്റ്റേഷനറി വേവിൻ്റെ നോഡ് ആയിരിക്കും ഫോം ചെയ്യുക. അതേസമയം ഓപ്പൺ എൻഡിൽ എപ്പോഴും ആൻറ്റി നോഡായിരിക്കും ഫോം ചെയ്യുക. എല്ലാ പിക്ചറും നിങ്ങൾക്ക് അങ്ങനെ കാണാം, കണ്ടോ? ഇവിടെ നോഡാണ്, ഇവിടെ ആൻറ്റി നോഡാണ്. ഹിയർ അഗെയിൻ നോഡ് ആൻറ്റി നോഡ്, നോഡ് അതിന് പൈപ്പിൻ്റെ ഇടയിൽ വേറെ പല സ്ഥലത്തും നോഡും ആൻറ്റി നോഡ്സും ഒക്കെ വന്നു പോവാം. പക്ഷേ ക്ലോസ്ഡ് എൻഡിൽ ഉറപ്പായിട്ടും നോഡായിരിക്കണം, ഓപ്പൺ എൻഡിൽ ഉറപ്പായിട്ടും ആൻറ്റി നോഡും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് വേവ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് പിക്ചർ വരച്ചപ്പോൾ നോക്കൂ, ഒരു നോഡും ഒരു ആൻറ്റി നോഡും മാത്രമുള്ള ഒരു വേവിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഈ വരച്ചിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴേക്ക് ഒരു നോഡുണ്ട്, പിന്നെയും നോഡുണ്ട്, ഇവിടെ ആൻറ്റി നോഡുണ്ട്, ഇവിടെ ആൻറ്റി നോഡുണ്ട്. അപ്പോൾ വേവ് ഒന്നും കൂടെ വലുതായിട്ടുണ്ട്. അങ്ങനെ ഓരോ പിക്ചർ കടന്നു പോകുമ്പോഴും വേവ് കൂടുതൽ കൂടുതൽ ഇങ്ങനെ വലുതായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോഴൊന്നും ഈ നോഡ് ആൻറ്റി നോഡ് എന്നുള്ള പൊസിഷൻസ് മാറ്റിക്കളയരുത്. ഇതാണ് അപ്പോൾ ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡ്, അങ്ങനെ പോകും. ജനറലി നമ്മൾ പറയുമ്പം ഇതിൻ്റെ ലാംഡ ആൻഡ് ഫ്രീക്വൻസി ഇക്വേഷൻസ്, ലാംഡ എൻ ഫോർ എനി മോഡ് ഈസ് 4l/2n-1 എന്നാണ് ഇക്വേഷൻ. അതുപോലെ എഫ് എന്ന് പറയുന്നത് 2n-1 v/4l ആയിരിക്കും. അപ്പോൾ ഏത് മോഡാണ് കിട്ടേണ്ടത്? ഇപ്പോൾ സെക്കൻഡ് മോഡാണോ, അപ്പോൾ ഇവിടെ F2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെയും 2 കൊടുക്കണം. 2 × 2 4, 4-1 3, അപ്പോൾ 3v/4l എന്ന് വരും. F1 ആണോ, F1 കൊടുക്കുമ്പോൾ ഇവിടെ 1 കൊടുക്കണം. അപ്പോൾ 2-1 1 v/4l, അതായത് v/4l എന്ന് കിട്ടും. ഇങ്ങനെ ഏത് മോഡിന് വേണമെങ്കിലും ഈ n എന്നുള്ള നമ്പർ മാറ്റി കൊടുത്താൽ നമുക്ക് അതിൻ്റെ ലാംഡ എന്നിൻ്റെയും എഫ് എന്നിൻ്റെയും ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ ഇതാണ് ക്ലോസ്ഡ് പൈപ്പ്. നമുക്കിനി ഓപ്പൺ പൈപ്പ് കാണാം. ഓക്കെ, ഇപ്പോൾ കാണുന്നതാണ് ഓപ്പൺ പൈപ്പിൻ്റെ സ്റ്റേഷനറി വേവ് പാറ്റേൺസിൻ്റെ പല മോഡുകൾ. ഓപ്പൺ പൈപ്പ് എന്ന് പറയുമ്പോൾ ബോത്ത് എൻഡ്സ് ആർ ഓപ്പൺഡ് ആണ്. ഇവിടെയും ഓപ്പൺ, ഇവിടെയും ഓപ്പൺ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പൺ എൻഡിൽ ആൻറ്റി നോഡേ വരാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്പൺ എൻഡിലും നിങ്ങൾക്ക് കാണാം ആൻറ്റി നോഡ് മാത്രമേ ഉള്ളൂ. ബാക്കി പൈപ്പിൻ്റെ ഇടയിൽ വേറെ പല സ്ഥലത്തും നോഡും ആൻറ്റി നോഡും ഒക്കെ വന്നു പോവാം. പക്ഷേ ഓപ്പൺ എൻഡിൽ എപ്പോഴും ആൻറ്റി നോഡ് മാത്രം. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന ഈ ഡ്രോയിങ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ ഒരു സ്റ്റേഷനറി വേവ് ഇങ്ങനെ വരച്ചിരുന്നു. നമുക്ക് എത്ര വേണമെങ്കിലും വരയ്ക്കാം സ്റ്റേഷനറി വേവ്. ഇങ്ങനെ വരച്ചു പോകും. ഈ ഒരു പാറ്റേണിനെയാണ് സ്റ്റേഷനറി വേവ് എന്ന് പറയാം. ഈ പാറ്റേണിൻ്റെ ചില പോർഷൻസ് മാത്രമാണ് നമ്മൾ ഈ പൈപ്പിൽ കാണിക്കുന്നത്. ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾ കാണുന്നത് ആ പാറ്റേണിൻ്റെ ഇങ്ങനെയുള്ളൊരു പോർഷനാണ്. ഉണ്ടോ? ഈ ഒരു പോർഷനാണ് ആക്ച്വലി ഇവിടെ വരച്ചിരിക്കുന്നത്.
മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ അടുത്ത പിക്ചറിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനെ കുറച്ചുകൂടി വലിയൊരു പോർഷൻ, അടുത്ത പിക്ചറിൽ അതിനെ കുറച്ചുകൂടി വലിയ പോർഷൻ എന്ന തരത്തിൽ ആ വേവിൻ്റെ തന്നെ വലുപ്പം വലുതായി വരുന്ന തരത്തിൽ പല മോഡുകളാണ്. ഇതിൻ്റെയും nth മോഡിൽ λn എന്ന ഇക്വേഷൻ, അതിൻ്റെ വേവ് ലെങ്ത് വരിക 2l/n ആണ്, ഫ്രീക്വൻസി വരിക nv/2l ആണ്. നമ്പർ n മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് മോഡിൻ്റെയും ഇക്വേഷൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സ്റ്റേഷനറി വേവ്സ് എന്ന് പറയുന്ന ഭാഗം വരുന്നത്. അപ്പോൾ ഈ പാറ്റേൺസ് വരയ്ക്കാൻ തന്നെ ഡയറക്റ്റായിട്ട് എക്സാമിന് ചോദിക്കും. ദെൻ വരച്ചിട്ട് അതിൽ നോഡ്സ് എത്ര, ആൻറ്റി നോഡ്സ് എത്ര, ഫ്രീക്വൻസി ഇക്വേഷൻ, ഇപ്പോൾ തേർഡ് മോഡ്, ഡ്രോ ദ തേർഡ് മോഡ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫ്രീക്വൻസി എന്നൊക്കെയായിരിക്കും ഇക്വേഷൻസ് ചോദിക്കുക. അപ്പോൾ തേർഡ് മോഡ് ആകുമ്പോൾ ഈ n മാറ്റിയിട്ട് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻസ് ആവും. ഓക്കെ, അപ്പോൾ ഇനിയൊരു പോയിന്റും കൂടെ, ഡോപ്ലേഴ്സ് എഫക്റ്റ് ആണ് അവസാനമായിട്ട്. അതോടെ നമ്മുടെ ടോപ്പിക്ക് തീരാൻ പോവാണ്. ഡോപ്ലേഴ്സ് എഫക്റ്റ് എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡോപ്ലേഴ്സ് എഫക്റ്റിലേക്ക് വരുമ്പോൾ എന്താണ് ഈ എഫക്റ്റ്? ഡോപ്ലേഴ്സ് എഫക്റ്റ് എന്താണ് പറയുന്നത്? ഡോപ്ലേഴ്സ് എഫക്റ്റിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സോഴ്സ്, സൗണ്ട് മേക്ക് ചെയ്യുന്ന പല സോഴ്സുകൾ, സൗണ്ട് ഉണ്ടാക്കുന്ന എന്തിനേയും നമ്മൾ സോഴ്സ് എന്നാണ് പറയുക. ദെൻ ആ സൗണ്ട് കേൾക്കുന്ന ഒരാൾ, നമ്മൾക്ക് അയാളെ ലിസണർ എന്നും വിളിക്കാം. അപ്പോൾ 2 പോയിന്റുകൾ, സോഴ്സും ലിസണറും. സോഴ്സ് എന്ന് പറയുമ്പം എവിടെ നിന്നാണോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണ് സോഴ്സ്, ആരാണോ സൗണ്ട് കേൾക്കുന്നത് അതാണ് ലിസണർ. ഈ സോഴ്സും ലിസണറും തമ്മിൽ ഒരു റിലാറ്റീവ് മോഷൻ ഉണ്ടായാൽ, സാധാരണ നമ്മളിപ്പോൾ സൗണ്ട് കേൾക്കുമ്പം ഫിക്സഡ് ആയിട്ട് ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് നമ്മളൊരു സ്ഥലത്ത് നിൽക്കുന്നു, സോഴ്സ് വേറൊരു സ്ഥലത്ത് നിൽക്കുന്നു, സൗണ്ട് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതേസമയം ഇവർക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു റിലാറ്റീവ് മോഷൻ സംഭവിച്ചാൽ, സോഴ്സ് ലിസണറുടെ അടുത്തേക്ക് വരാം, അകന്നു പോവാം, അതല്ലെങ്കിൽ ലിസണർ സോഴ്സിൻ്റെ അടുത്തേക്കോ അകന്നോ പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ, ആ കേൾക്കുന്ന ആൾക്ക് ആ സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയിൽ ഒരു ചേഞ്ച് ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്നാണ് നമ്മളതിനെ വിളിക്കുക. ആ കേൾക്കുന്ന ആൾക്കുള്ളൊരു ഫീലിംഗ് ആണത്, അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അനുഭവപ്പെടുന്ന ഒരു ഫ്രീക്വൻസിയാണത്. ആ ഫ്രീക്വൻസി ചിലപ്പോൾ സാധാരണ ഉള്ളതിനേക്കാളും കുറച്ച് അധികം ഉള്ളതായിട്ട്, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ഉള്ള ഫ്രീക്വൻസിയേക്കാളും കുറച്ച് കുറയുന്നതായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും. ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയാം. പലപ്പോഴും നമ്മൾ ഇതിന് പറയുന്ന ഒരു എക്സാമ്പിൾ, ഒരു ആംബുലൻസ് ഹോസ്പിറ്റലിലേക്കുള്ള ഒരു എമർജൻസി സിറ്റുവേഷനിൽ സൈറൺ ഒക്കെ ഇട്ടുകൊണ്ട് ഒരു ആംബുലൻസ് വളരെ സ്പീഡിൽ പാസ് ചെയ്ത് പോവാണ്. നമ്മൾ എവിടെയെങ്കിലും റോഡ് സൈഡിൽ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ദൂരേന്ന് സൈറൺ മുഴക്കിക്കൊണ്ട് ഹോൺ അടിച്ചുകൊണ്ട് ഒരു ആംബുലൻസ് വളരെ സ്പീഡിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്. അപ്പോൾ ആദ്യം നമ്മളുടെ അടുത്തേക്ക് ആ ആംബുലൻസ് ഇങ്ങനെ അടുത്തടുത്ത് വരികയായിരിക്കും, അല്ലേ? അതാണ് സോഴ്സ്. ആ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ആ ആംബുലൻസ് നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ, നമ്മളെ അടുത്തേക്ക് കൂടുതൽ കൂടുതൽ വരുന്നതിനനുസരിച്ച് ആ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി നമ്മളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും. നമ്മുടെ ചെവിയിലേക്ക് ആ സൗണ്ട് വല്ലാതെ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. ഓക്കെ, അതേസമയം ആ ആംബുലൻസ് നമ്മളെയും പാസ് ചെയ്ത് ദൂരേക്ക് പോവുകയാണെങ്കിലോ ആ സമയത്ത് ആ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സൗണ്ട് അല്ല കുറയുന്നത്, സൗണ്ടിൻ്റെ ഫ്രീക്വൻസി. ഈ ഒരു ഐഡിയ, ഈ ഒരു എഫക്റ്റിന് വിളിച്ച പേരാണ് ഡോപ്ലേഴ്സ് എഫക്ട്. സോ ഇറ്റ് ഈസ് ദ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഹേർഡ് ബൈ എ ലിസണർ വെൻ ദർ ഈസ് എ റിലാറ്റീവ് മോഷൻ ബിറ്റ്വീൻ സോഴ്സ് ഓഫ് സൗണ്ട് ആൻഡ് ലിസണർ എന്നാണ് നമ്മൾ പറയുക. ആ അപ്പാരന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നതിനൊരു ഫോർമുലയുണ്ട്. ഇതാണ് ഒരു സോഴ്സ് എന്ന് വിചാരിക്കാം, ആ സോഴ്സിൽ നിന്നും ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇതാണ് ഒരു ലിസണർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പാരന്റ് ഫ്രീക്വൻസി കാണുന്ന ഇക്വേഷൻ ആണ് V - VL ഡിവൈഡഡ് ബൈ V - VS ഇൻറ്റു എഫ്. ഇതിൽ V, ഇവിടെയും V ഉണ്ട്, അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്. 330 എന്നോ മറ്റോ നമ്മൾ വാല്യൂ പറയുന്ന വെലോസിറ്റി ഓഫ് സൗണ്ട്. VL വെലോസിറ്റി ഓഫ് ലിസണർ ആണ്, VS വെലോസിറ്റി ഓഫ് സോഴ്സ് ആണ്. ഇൻറ്റു എഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസി ആണ്, ആക്ച്വലി ഉള്ള ഫ്രീക്വൻസി. F' എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന അപ്പാരന്റ് ഫ്രീക്വൻസി. ഇതിൽ ഈ സിറ്റുവേഷൻസിനനുസരിച്ച് ഈ മൈനസ് എന്നുള്ള സിമ്പൽ ചിലപ്പോൾ പ്ലസ് ആയി മാറി വരും. അതെങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഡയഗ്രാം പ്രകാരം സോഴ്സോ ലിസണറോ മൂവ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ, ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം. സപ്പോസ് ലിസണറിൻ്റെ അടുത്തേക്ക് സോഴ്സ് വരിക, ടുവാർഡ്സ് ലിസണർ, അപ്പോൾ റൈറ്റ് സൈഡിലേക്കാണല്ലേ. അതല്ലെങ്കിൽ ലിസണർ സോഴ്സിൽ നിന്നും അകന്നു പോവുക, അതും റൈറ്റ് സൈഡിലേക്കാണ്. ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് വന്നാൽ ആ വെലോസിറ്റിയെ നമ്മൾ പോസിറ്റീവാക്കി എടുക്കണം. ഓക്കെ, അതേസമയം ലിസണറോ സോഴ്സോ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ, ഈ ഡയഗ്രത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്,
ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ ആ വെലോസിറ്റികൾ നെഗറ്റീവ് ആക്കി എടുക്കണം. ഞാൻ 1-2 സിറ്റുവേഷൻസ് കാണിച്ചു തരാം. സപ്പോസ് സോഴ്സ് ഈസ് മൂവിങ് ടുവാർഡ്സ് ലിസണർ. സോഴ്സ് ഈസ് മൂവിങ് ടുവാർഡ്സ് ലിസണർ and listener is moving towards source. ഓക്കെ, സോഴ്സ് ലിസണറുടെ അടുത്തേക്കും ലിസണർ സോഴ്സിൻ്റെ അടുത്തേക്കും. അപ്പോൾ ഇവർ ഇങ്ങനെ വരിക എന്ന് വെച്ചാൽ ഇത് റൈറ്റിലേക്കും ഇത് ലെഫ്റ്റിലേക്കുമാണ്. അങ്ങനെ വരുമ്പോൾ വി എസ് എന്ന് പറയുന്നത് റൈറ്റിലേക്ക്, സോ വി എസ് ഈസ് പോസിറ്റീവ്. അതേസമയം വി എൽ ഇങ്ങോട്ടേക്ക് വരികയാണ്, സോ വി എൽ ഈസ് നെഗറ്റീവ്. ഇത് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ therefore f dash is equal to v minus, ഓൾറെഡി ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്, അതങ്ങനെ തന്നെ ഇടണം, മൈനസ് then vl is negative, so negative vl. ഓക്കെ, ബൈ v minus vs is പോസിറ്റീവ്, അപ്പോൾ vsനെ പോസിറ്റീവ് vs തന്നെ, അതിനൊന്നും ചെയ്യണ്ട, ഇൻറ്റു എഫ് ഉണ്ടോ. അതായത് ഓൾറെഡി ഉള്ള മൈനസ് ഇക്വേഷൻ അവിടെ തന്നെ കീപ്പ് ചെയ്യണം, അതോടൊപ്പം വി എല്ലിനോ വി എസിനോ നെഗറ്റീവോ പോസിറ്റീവോ ഉണ്ടോ നോക്കിയും വേണം. അതും അപ്പോൾ ഇത് മൈനസ് ഓഫ് മൈനസ് മാറിയിട്ട് ഇവിടെ പ്ലസ് ആകും, ഇത് ഈ പ്ലസ് അങ്ങ് പോയിട്ട് ഇത് മൈനസ് ആവുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാകും ഇക്വേഷൻ. നേരെ തിരിച്ച് സോഴ്സ് മൂവിങ് എവേ, സോഴ്സ് ഈസ് മൂവിങ് എവേ ഫ്രം ലിസണർ, listener is moving away from source. അപ്പോൾ away എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? away എന്നാവണമെങ്കിൽ ഇത് ലെഫ്റ്റിലേക്ക് പോകണം, ഇത് റൈറ്റിലേക്കും പോകണം, അപ്പോഴല്ലേ away ആവുക. ഇത് ലെഫ്റ്റിലേക്കാണെങ്കിൽ സോഴ്സ് ലെഫ്റ്റിലേക്ക്, അപ്പോൾ സോഴ്സിൻ്റെ വെലോസിറ്റി ഇവിടെ നെഗറ്റീവ് വരും. അതേസമയം ഇക്വേഷൻ ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്, വി എൽ റൈറ്റിലേക്കാണ്, അപ്പോൾ അത് പോസിറ്റീവ് ആവും. ഈ തരത്തിൽ പോസിറ്റീവും നെഗറ്റീവും മാറ്റിക്കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ സിറ്റുവേഷൻസും കാണാൻ പറ്റും. അതുപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് ചെയ്യാനുണ്ടാവുക. അപ്പോൾ നിങ്ങളത് നോക്കുക. കൂടുതൽ പ്രോബ്ലംസും ബാക്കി കാര്യങ്ങളും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഇത് വേവ്സിൻ്റെ തിയറി ഭാഗങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ ആയിരുന്നു. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കണം. ഓക്കെ, ബൈ.